ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി വിലയേറിയ സുഗന്ധ തൈലം നിസ്സാരമായി കണ്ട മറിയത്തിനും വ്യർത്ഥ വാഗ്ദാനം നൽകുന്ന പത്രോസിനും ശേഷം തൻ്റെ ഗുരുവായ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വിലപേശുന്ന യൂദാസിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. ഇവിടെ യൂദാസ് യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും സാന്നിധ്യത്തിൽ നിന്നും അകന്നു പോവുകയാണ്. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഗുരുവും നാഥനുമായ യേശുവിനേക്കാൾ മുൻതൂക്കം മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നൽകുമ്പോഴാണ് യൂദാസ് യേശുവിൽ നിന്നും അകന്നു പോകുന്നത്. എന്നാൽ താൻ സ്നേഹിച്ച തൻ്റെ പ്രിയ ശിഷ്യൻ തന്നിൽ നിന്നും അകന്ന് തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും ആ സ്നേഹത്തിലേക്ക് തിരികെ വരുവാൻ മുന്നറിയിപ്പ് നൽകുന്ന യേശുവിനെയാണ് ഈ സുവിശേഷ ഭാഗത്തിൽ കൂടുതൽ തെളിമയോടെ നാം കാണേണ്ടത്. പക്ഷേ ഈ മുന്നറിയിപ്പിലൂടെ തെറ്റിൻ്റെ ഭീകരത യേശു യൂദാസിനോട് പറഞ്ഞറിയിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാനസാന്തരത്തിലേക്കല്ല, മറിച്ച് തിന്മയിലേക്ക് തന്നെയാണ് യൂദാസ് നടന്നെടുക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ദൈവസ്നേഹത്തിൽ നിന്നും വ്യതിചലിച്ച് തിന്മയിലേക്ക് എത്തിപ്പെടുന്ന സന്ദർഭങ്ങൾ. അപ്പോഴെല്ലാം പല രീതിയിലുള്ള മുന്നറിയിപ്പുകളും യേശു നമുക്ക് നൽകാറുണ്ട്. ഇത്തരം മുന്നറിയിപ്പുകളും ഓർമ്മപ്പെടുത്തലുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവയെ തിരിച്ചറിയുവാനും ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനും നമുക്ക് സാധിക്കാറുണ്ട്. ഇങ്ങനെയൊരു വിചിന്തനത്തിന് ഈ സുവിശേഷ ഭാഗം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.